നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മനുഷ്യായുസ്സിലെ ഏറ്റവും വലിയ നിയോഗവും പവിത്രമായ ഉത്തരവാദിത്വവും എന്താണെന്ന് ചോദിച്ചാൽ അതൊരു നല്ല മാതാപിതാവാകുക എന്നത് തന്നെയാണ്. നമ്മുടെ മക്കൾ വെറും ശാരീരികമായ തുടർച്ചയല്ല, മറിച്ച് ദൈവം നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആത്മീയമായ ഒരു വരദാനമാണ്. എങ്ങനെ ഒരു നല്ല മാതാപിതാവാകാം എന്നതിനെക്കുറിച്ച് ആത്മീയ ഗ്രന്ഥങ്ങളിലെ ഉൾക്കാഴ്ചകളും കഥകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പ്രഭാഷണമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപ് ഇതുപോലെയുള്ള അറിവ് പകരുന്ന ആത്മീയ ചിന്തകൾക്കായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വരൂ, നമുക്ക് ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് കടക്കാം. നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. മക്കൾ നമ്മുടെ സ്വത്തല്ല, മറിച്ച് പ്രപഞ്ചനാഥൻ നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു നിധിയാണ്. നാം ആദ്യം മനസ്സിലാക്കേണ്ടത് മക്കൾ നമ്മുടെ വാക്കിനേക്കാൾ ഉപരിയായി നമ്മുടെ നിശബ്ദതയെയും പ്രവൃത്തികളെയുമാണ് നിരീക്ഷിക്കുന്നത് എന്നാണ്. ഇതിനെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു കൊച്ചു കഥയുണ്ട്. ഒരിക്കൽ ഒരു അച്ഛനും മകനും കടൽക്കരയിലൂടെ നടക്കുകയായിരുന്നു. തിരമാലകൾ വന്നു പോകുന്ന ആ മണൽപ്പരപ്പിൽ അച്ഛൻ വലിയ ചുവടുകൾ വെച്ച് മുന്നോട്ട് നീങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ അച്ഛൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. മകൻ വളരെ കഷ്ടപ്പെട്ട് അച്ഛന്റെ കാൽപ്പാടുകളിൽ തന്നെ ചുവടുകൾ വെച്ച് വരാൻ ശ്രമിക്കുകയാണ്. അച്ഛൻ ചോദിച്ചു, "എന്തിനാണ് മോനെ നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്റെ കാൽപ്പാടുകളിൽ തന്നെ ചവിട്ടുന്നത്?" ആ കുട്ടി മനോഹരമായ ഒരു മറുപടി നൽകി, "അച്ഛാ, ഞാൻ എന്റെ ജീവിതത്തിൽ എവിടെ ചവിട്ടണം എന്ന് തീരുമാനിക്കുന്നത് അച്ഛൻ വെക്കുന്ന ഈ ചുവടുകൾ നോക്കിയാണ്. അതുകൊണ്ട് അച്ഛൻ തെറ്റായ ഒരിടത്തും ചവിട്ടരുതേ." ഈ മറുപടി ഏതൊരച്ഛനെയും അമ്മയെയും ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. നാം പോകുന്ന വഴികളാണ് നമ്മുടെ മക്കളുടെ ഭാവിയെ നിശ്ചയിക്കുന്നത്. അവർക്ക് സത്യസന്ധതയെക്കുറിച്ച് ക്ലാസുകൾ എടുക്കുന്നതിനേക്കാൾ വലിയ പാഠം നമ്മൾ ജീവിതത്തിൽ സത്യസന്ധരായിരിക്കുക എന്നതാണ്. ആത്മീയതയുടെ കാഴ്ചപ്പാടിൽ കുട്ടികൾ വെറുമൊരു കളിമൺ പ്രതിമകളല്ല, മറിച്ച് ഓരോ കുട്ടിയും തനതായ വ്യക്തിത്വമുള്ള ആത്മാക്കളാണ്. വിശ്വപ്രസിദ്ധ ദാർശനികൻ ഖലീൽ ജിബ്രാൻ പറയുന്നതുപോലെ, അവർ നിങ്ങളിലൂടെ വരുന്നു എന്ന് കരുതി അവർ നിങ്ങളിൽ നിന്നുള്ളവരല്ല. നിങ്ങൾ അവർക്ക് സ്നേഹം നൽകുക, പക്ഷേ നിങ്ങളുടെ ചിന്തകൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പൂർത്തിയാകാത്ത ആഗ്രഹങ്ങൾ മക്കളിലൂടെ തീർക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ മോഹിച്ചു നടന്നിട്ട് അത് സാധിക്കാതെ പോയ മാതാപിതാക്കൾ മക്കളെ നിർബന്ധിച്ച് ആ വഴിക്ക് വിടുന്നു. ഇത് അവരുടെ സ്വാഭാവികമായ വളർച്ചയെ തടയുകയാണ് ചെയ്യുന്നത്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് വലിയ തത്വങ്ങൾ ഉപദേശിക്കുന്നുണ്ടെങ്കിലും അവസാനം പറയുന്നത് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ പ്രവർത്തിക്കുക എന്നാണ്. ഒരു നല്ല രക്ഷിതാവ് മക്കൾക്ക് മുന്നിൽ വിളക്കായി നിൽക്കണം, എന്നാൽ ആ വിളക്ക് പിടിച്ചു അവർ എങ്ങോട്ട് നടക്കണം എന്ന് നിർബന്ധിക്കരുത്. മക്കളെ വളർത്തുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം ക്ഷമയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നതും ഈ ക്ഷമ തന്നെയാണ്. ഇതിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു കഥയുണ്ട്. ഒരു ദിവസം തന്റെ വീടിന്റെ ഭിത്തിയിൽ പുതിയതായി ചായമടിച്ചപ്പോൾ കൊച്ചുമകൻ ഒരു ക്രയോൺ എടുത്ത് അവിടെയെല്ലാം ചിത്രം വരച്ചു. ഇത് കണ്ട് ദേഷ്യം വന്ന അമ്മ കുട്ടിയെ നന്നായി ശകാരിക്കുകയും അവന്റെ കയ്യിൽ അടിക്കുകയും ചെയ്തു. സങ്കടത്തോടെ ആ കുട്ടി കരഞ്ഞുകൊണ്ട് തന്റെ മുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അമ്മ ഭിത്തിയിലേക്ക് നോക്കിയപ്പോൾ അവർ കണ്ടത് ആ ചിത്രങ്ങൾക്കിടയിൽ വളരെ ചെറിയ അക്ഷരത്തിൽ "ഐ ലവ് യു അമ്മേ" എന്ന് കുട്ടി എഴുതിയിരിക്കുന്നതാണ്. ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ചായം മങ്ങിയ ഭിത്തി നമുക്ക് പെയിന്റ് ചെയ്ത് ശരിയാക്കാം, എന്നാൽ സങ്കടം കൊണ്ട് മുറിവേറ്റ് ആ കുഞ്ഞിന്റെ മനസ്സ് മാറ്റാൻ നമുക്ക് കഴിയില്ല. ആത്മീയത പഠിപ്പിക്കുന്നത് സഹിഷ്ണുതയാണ്. കുട്ടികൾ തെറ്റുകൾ ചെയ്യും, കാരണം അവർ പഠിച്ചു വരുന്നതേയുള്ളൂ. ആ തെറ്റുകളെ സ്നേഹത്തോടെ തിരുത്താൻ കഴിയുന്നിടത്താണ് ഒരു രക്ഷിതാവിന്റെ വിജയം. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് അച്ചടക്കം. സ്നേഹം നൽകുക എന്ന് പറയുമ്പോൾ അത് അമിതമായ ലാളനയായി മാറരുത്. കുശവൻ ഒരു മൺപാത്രം ഉണ്ടാക്കുന്നത് പോലെയാകണം നമ്മുടെ വളർത്തൽ രീതി. കുശവൻ ഒരു കൈകൊണ്ട് പാത്രത്തിന് പുറത്തു തട്ടുകയും പരുവപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവന്റെ മറ്റൊരു കൈ പാത്രത്തിന്റെ ഉള്ളിൽ ഒരു താങ്ങായി ഇരിക്കുന്നുണ്ടാകും. ആ താങ്ങില്ലെങ്കിൽ പുറമേ നിന്നുള്ള തട്ടലിൽ ആ പാത്രം ഉടഞ്ഞുപോകും. മക്കളെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിടാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് എപ്പോഴും തങ്ങൾ സുരക്ഷിതരാണ് എന്ന ബോധം നമ്മൾ നൽകണം. ശിക്ഷ എന്നത് അവരെ വേദനിപ്പിക്കാനല്ല, മറിച്ച് അവരെ നല്ല രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ളതാകണം. കുട്ടികൾക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് വില കൂടിയ മൊബൈൽ ഫോണോ കളിക്കോപ്പുകളോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ സമയമാണ്. ഒരു ചെടി വളരാൻ നാം വെള്ളവും വളവും നൽകുന്നത് പോലെ കുട്ടികളുടെ വളർച്ചയ്ക്ക് നമ്മുടെ സാമീപ്യം അത്യാവശ്യമാണ്. അവർക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ വലിയ ആത്മീയതയാണ് ഒരു കുട്ടിയുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്നത്. മാതാപിതാക്കളോട് എന്തു കാര്യവും തുറന്നു പറയാം എന്ന വിശ്വാസം ഒരു കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ആ കുട്ടി ഒരിക്കലും വഴിതെറ്റിപ്പോകില്ല. വീടിനുള്ളിലെ അന്തരീക്ഷം ഒരു ദേവാലയം പോലെ ആയിരിക്കണമെന്ന് ആത്മീയ ഗ്രന്ഥങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. മാതാപിതാക്കൾ തമ്മിൽ വഴക്കിടുന്ന, ബഹളം വയ്ക്കുന്ന ഒരു വീട്ടിൽ വളരുന്ന കുട്ടികൾ മാനസികമായി തളർന്നു പോകും. അവർക്ക് സ്നേഹത്തിന്റെ പാഠങ്ങൾ പറഞ്ഞുകൊടുക്കുന്നതിനു മുൻപ് മാതാപിതാക്കൾ തമ്മിൽ സ്നേഹിക്കുന്നത് അവർ കാണട്ടെ. അച്ഛൻ അമ്മയെ ബഹുമാനിക്കുന്നതും അമ്മ അച്ഛനെ സ്നേഹിക്കുന്നതും കണ്ടുവളരുന്ന ഒരു കുട്ടിക്ക് സമൂഹത്തോടും ആ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയും. പ്രാർത്ഥന എന്നുള്ളത് വെറും വാചകങ്ങളല്ല, മറിച്ച്
നമ്മുടെ ജീവിത രീതിയാണ്. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതും സമാധാനമായി പെരുമാറുന്നതും കണ്ടുവളരുന്ന കുട്ടിയിൽ ആത്മീയത തനിയെ വളർന്നുവരും. ഒടുവിലായി ഓർക്കേണ്ട കാര്യം നാം ഒരിക്കലും തികഞ്ഞവരല്ല എന്നതാണ്. നമ്മളും മനുഷ്യരാണ്. നമുക്കും തെറ്റുകൾ പറ്റാം. ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെടും. ഇത്തരം സന്ദർഭങ്ങളിൽ മക്കളോട് ക്ഷമ ചോദിക്കാൻ നമുക്ക് മടിയുണ്ടാകരുത്. മോനെ, അന്ന് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത് തെറ്റായിപ്പോയി എന്ന് ഒരച്ഛൻ മകനോട് പറയുന്നത് ആ അച്ഛന്റെ വില കുറയ്ക്കുകയല്ല, മറിച്ച് മകന്റെ കണ്ണിൽ ആ അച്ഛനോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തെറ്റുകൾ സമ്മതിക്കാനും അത് തിരുത്താനും മക്കളെ പഠിപ്പിക്കാൻ ഇതിലും വലിയൊരു മാർഗമില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർക്കുക, നമ്മുടെ മക്കൾ ഈ ലോകത്തിന് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. അവരെ ഭയപ്പെടുത്തി വളർത്താതെ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും വെളിച്ചത്തിൽ വളർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റു മാതാപിതാക്കൾക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഇതുപോലെയുള്ള നല്ല ഉള്ളടക്കങ്ങൾ നിർമ്മിക്കാൻ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. മറ്റൊരു നല്ല ചിന്തയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.